ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി കപ്പിൾസ്. ഇന്നും വളരെ രസകരമായിട്ടുള്ള ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ എന്താണ്? നമ്മുടെ ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആരാണ് ആദ്യം ബിരിയാണി കഴിച്ചു തീർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് വിജയി. അപ്പോൾ വിജയ്ക്ക് നല്ലൊരു അടിപൊളി സമ്മാനമുണ്ട്. നല്ലൊരു ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് പൊക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. കൂടെ തന്നെ നമ്മുടെ പരാജയപ്പെടുന്നവർക്ക് എന്നത്തെ പോലെ തന്നെ അടിപൊളിയൊരു പണിയുമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിലിംഗ് വീഡിയോ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് ഒട്ടും സമയം കളയാണ്ട് കഴിക്കാൻ പോകാം. So let's go. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബിരിയാണി മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോവളം പോയിട്ട് തിരിച്ച് വരികയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണി മേടിക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ വഴിയോരത്തായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ ഇത് ബിരിയാണി വിൽക്കുന്നതായിട്ട് കണ്ടത്, ബിരിയാണി പൊതി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു അവർക്ക് അവരുടെ ഈ ബിരിയാണി പൊതികൾ വിറ്റ് തീരുന്ന അതാണല്ലോ അവരുടെ ഒരു സന്തോഷം. അപ്പം അത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം കൂടെ ആവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു എങ്കിൽ പിന്നെ ബിരിയാണി അവിടുന്ന് തന്നെ മേടിക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ കഴിച്ചു നോക്കിയാലേ എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിവേ നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. നല്ല നോർമൽ ആയിട്ടുള്ള പൊതി ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയുടെ കൂടെ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി നമ്മളിത് ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും കൂടെ ഒരു ഉപകാരം വരട്ടെ എന്നുള്ള ചിന്തയും കൂടെയാണ് നമുക്കത് തോന്നിയതാണ്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ബിരിയാണി മേടിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനെക്കാട്ടിലും പിന്നെ ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചിന്തിച്ചു നമുക്ക് അതിനെക്കാട്ടിലും ബെറ്റർ ഇതായിരിക്കും എന്നുള്ളത്. കാരണം അവർക്ക് സഹായം കൂടെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ഐഡിയയിലോട്ട് അപ്പോൾ എത്തിയത്. അപ്പോൾ എനിവേ, അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നമ്മളെ ബിരിയാണി ആരാദ്യം ഫസ്റ്റ് കഴിച്ച് തീർക്കുന്നുവോ, ഫുൾ കംപ്ലീറ്റ് കഴിച്ചിരിക്കണം, ആരാദ്യം കഴിച്ച് തീർക്കുന്നുവോ അവരാണ് വിന്നർ. അപ്പോൾ അവർക്ക് നല്ലൊരു സമ്മാനമുണ്ട്. അത് നമ്മൾ വഴിയെ കാണിച്ചു തരാം. ഇന്നാൾക്കത്തെ ചലഞ്ചിലുള്ള പോലെ തന്നെ ഇയർബഡ്സ് ഇഷ്ടപ്പെട്ട് മേടിച്ച പോലെ തന്നെ അടുത്തൊരു ഐറ്റം ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പൊക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതിലെനിക്കൊരു കണ്ണുണ്ട് ഗൈസ്. അപ്പോൾ പക്ഷെ ഇതിനകത്ത് പരാജയപ്പെടുന്നവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിനെക്കാട്ടിലും നല്ല അടിപൊളി ഒരു പണിയാണ് ഉള്ളത്. നമുക്ക് തുടങ്ങാം. യെസ്, ഇതിനകത്ത് ടൈമിങ്ങിന്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. ആരാണ് കഴിച്ചു തീരുന്നത് അവരാണ് വിന്നർ. അപ്പം ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഇതൊക്കെ ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് പറഞ്ഞാൽ മതി. ഒഴിച്ചു വെച്ചിട്ട് മുന്നിട്ട് എടുക്കാൻ എന്തിനാണ് ആ മിനിറ്റുകൾ നഷ്ടമാവരുതല്ലോ. ബിരിയാണിക്ക് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെ ആയാലും കാരണം ഈ ഒരു ബിരിയാണി കാരണം അവർ ഇത് വിറ്റാണ് ജീവിക്കുന്നത്. സോ അതുകൊണ്ട് അവർക്കും കൂടെ നമ്മളിലൂടെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ അവരുടെ ആ ബിരിയാണി പൊതികൾ മേടിച്ച് അത് സഹായിക്കുക. ലെമൺ പിക്കിളും ഉണ്ട് കേട്ടോ. എനിവേ സ്റ്റാർട്ട് ചെയ്തില്ല, ഞാൻ ഇതൊക്കെ തീർക്കുന്നതേ ഉള്ളൂ. ഞാനൊന്ന് പിടിച്ചൊന്നും ഇടാറായിട്ടില്ല. ഒരെണ്ണം ഉണ്ട്. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ബ്രോ. ഒരു ബിരിയാണിക്ക് 80 രൂപയാണ് വരുന്നത്. 80 രൂപ അത്രേ ഉള്ളൂ. എനിവേ ഒരു പീസും പിന്നെ മുട്ടയും അങ്ങനെയാണ് അവർ വെച്ചിരിക്കുന്നത്. എനിവേ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്ത്, എനിക്കൊരു ലെഗ് പീസാണ് കൈസ് കിട്ടിയിരിക്കുന്നത്. കൊള്ളാം കേട്ടോ, കുറ്റം പറയാനൊന്നുമില്ല, നല്ല ബിരിയാണി, കുഴപ്പമില്ല. ഈ പ്രൈസിന് അടിപൊളിയാണ്. ഇതിനകത്തേക്ക് ജയിക്കും തോന്നുന്നു. എൻ്റെ ഒന്നും ആയിട്ടില്ല.
നിങ്ങളത് അത്രയായി, എന്തൊന്നും ആയിട്ടില്ല. തോന്നുന്നില്ല. ഒന്നര ഈ വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടൈമിലാണ്. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ഇന്ന് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും മര്യാദക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മിക്കുള്ളവർ ലൈവിൽ വരുമ്പോൾ നിങ്ങൾ ഫുഡ് അടി നിർത്തൂ, ഇത് കണക്ക് നിങ്ങൾക്ക് പ്രശ്നമാവും അതൊക്കെ പറയാം. നമ്മൾ 2 നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അയ്യോ, കണ്ടപ്പോ ചെറിയ പൊതിയായിട്ട് തോന്നി, പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചു. ഞാനും. പക്ഷെ കഴിയുന്നില്ല. ഒരു മനസ്സറിഞ്ഞ് ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് തോന്നുന്നു. കണ്ടപ്പോ ചെറിയ പൊതിയായിരുന്നു അല്ലേ? യെസ്. എനിക്കൊന്ന് കഴിയാറായി. വിജയ് ഞാൻ തന്നെ ആവോ? ഏറെക്കുറെ കൺഫേം ആണ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചത് കൊണ്ട് ഇനി ഡിന്നർ സമയത്തും ഒന്നും കഴിക്കാൻ കഴിയില്ല. ശരിയാ, കഴിയില്ല. കാരണം ഹെവി ഫുഡല്ലേ ഇത്. എനിക്ക് ബിരിയാണി കഴിച്ച് കഴിയാത്തതിലോ ആ ഗിഫ്റ്റ് കിട്ടാത്തതിനെക്കാട്ടിലും എനിക്ക് വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടുത്ത പണി എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയല്ല. അത് വേണം വെക്കൂ. വേണം വേണം വേണം. നീ എന്നെ മുക്കാനായിട്ട് ഇരുന്നതാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് തോന്നുന്നത്. പക്ഷെ എന്റെ വായില് ഞാൻ തിന്ന് തീർന്നു. എനിക്ക് വയ്യ. നീ വായിൽ വെച്ചോണ്ടിരിക്ക. വായിരിക്കുന്നതേ ഉള്ളു. അവസാനം എന്നാലും അത് പറയാൻ പറ്റൂല. നമ്മൾ രണ്ടുപേരും അല്ലാ അയ്യോ തത്തുല്യമായിട്ട് വിന്നറെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും അല്ല. പക്ഷെ വായില് വെച്ചുകൊണ്ടിരുന്നു, ഈ വായിന്ന് ഇറക്കണം. അപ്പൊ അതൊരു ചെറിയൊരു ഫോൾട്ട് വന്നു. കുഴപ്പമില്ല. പക്ഷെ അടുത്ത പണി ആലോചിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്പൊ എനിവേ നമ്മള് കൈയും കാലൊക്കെ കഴുകിയിട്ട് വരാം അല്ലേ? യെസ്. എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം ഗിഫ്റ്റ് കാണിച്ച് നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ അതിനുശേഷം ആ പണി 8ന്റെ പണിയും കൂടെ നമുക്ക് നോക്കാം.
ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആ പണി സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ സ്വീകരിക്കണം. അപ്പം നമുക്ക് നോക്കാം. ബൈ ബൈ. അപ്പൊ അങ്ങനെ നമ്മുടെ ബിരിയാണി കഴിക്കൽ കഴിഞ്ഞു. അങ്ങനെ ഞാൻ നല്ല ചെറിയ ഒരു വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു, ഇക്കു ജയിച്ചു. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണ്? സമ്മാനദാനമാണ്. അപ്പോ അടിപൊളി ഒരു പവർ ബാങ്ക് ആണ് മേടിച്ചിട്ടുള്ളത്. അപ്പോ ഇത് മേടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനകത്ത് ചെറിയൊരു നോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പവർ ബാങ്ക് എല്ലാം 20,000 mAh മറ്റേ പവർ ബാങ്ക് സാധാ നോർമലാണ് ഉള്ളത്. പക്ഷേ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയർലെസ് ആണ്. യെസ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയില്ല, ഇക്കുന് കിട്ടി. അപ്പൊ ആ സമ്മാനം ഞാൻ അങ്ങോട്ട് അപ്പൊ ഇനി അത് ഓപ്പണിംഗ് ചെയ്ത് കാണട്ടെ. ആൻഡ്രോയിഡിന്റെ വയർലെസ് ആണ്, നമ്മളുടെ വയർലെസ് പവർ ബാങ്ക് ആണ്. എനിവേ നമുക്ക് അൺബോക്സിങ് ചെയ്യാം ഗൈസ്. ഞാൻ നേരത്തെ കൂട്ടി ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ച വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് എളുപ്പത്തിന്. ഇതാണ് പണ്ടുള്ളവര് പറയുന്നത്, നമ്മളൊരു കാര്യം ഉദ്ദേശിച്ച് ആർക്കാണോ മേടിച്ചത് അത് അവർക്ക് ഇത് വരൂ. ഇല്ലല്ലോ, അങ്ങനെ ഉദ്ദേശിച്ച് എന്തായാലും നമ്മൾ അൺബോക്സിങ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇതാ എന്റെ സേഫിന്റെ ഇതാണ്. ഇതെങ്കിലൊക്കെ വായിച്ചു ഐറ്റം ഇതാണ് ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഐറ്റം. ഞാനും കൂടെ നോക്കട്ടെ. എനിക്ക് വയ്യ. നോക്കിയില്ല, പൊളിച്ചു വെച്ചു. കൊള്ളാട്ടോ, അടിപൊളി സംഗതി സ്ലിപ്പാണ്. ഇതിന്റെ കൂടെ വേറെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ ഉണ്ട് അല്ലേ? ഒരു ചാർജിങ് കേബിളും കൂടെ ഉണ്ട്. പുള്ളിക്കാരൻ എന്നോട് പിണക്ക് കൊണ്ടുവന്നു, ഉള്ളിലോട്ടിരിക്കുന്നു. ഗൈസ് ഇതിനകത്ത് ഒരു ചാർജിങ് കേബിളും കൂടെ ഉണ്ട്. അൺബോക്സിങ് ചെയ്യുമ്പോൾ അതിന്റെ ഓക്കെ. അതല്ലെങ്കിൽ ഈ കുത്തി ഇളക്കാൻ ഇക്കുവിനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ കം ടു ദി പോയിന്റ്. അപ്പൊ ഇതാണ് ഐറ്റം ഇതിന്റെ കൂടെ കിട്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മേടിച്ച സാധനം നമുക്ക് തന്നെ സ്വന്തം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത കലാപരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെത് വൈൻഡപ്പ് ചെയ്യാറുള്ള ടൈം ആയില്ലല്ലോ. നമുക്ക് കലാപരിപാടികൾ കിടക്കുകയല്ലേ ഗൈസ്. ഇനിയാണ് വളരെ രസകരമായിട്ടുള്ള പണി. വേണം അതെന്ത് പറച്ചിലാണ്. ഇതിപ്പോ വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഈ 8ന്റെ പണിയുടെ ഐഡിയ കൊണ്ടുവരുന്നത്. പക്ഷെ കിട്ടുന്നില്ല എനിക്ക് തന്നെയാണ്. അത് ആലോചിക്കുമ്പോ എവിടെയോ എന്തോ ചെറിയ. അപ്പൊ നമുക്ക് ആ പരിപാടിയിലോട്ടൊക്കെ പോയല്ലോ ഗൈസ്. നീ ഇവിടെ ഇരുന്നാ മതി, ഐറ്റം കൊണ്ട് ഇതാ വരുന്നത് ഗൈസ്. ഇപ്പൊ വരാം, 1 മിനിറ്റ്. ആ പോകുന്നൊരു സ്പീഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഐറ്റം. ഇതിങ്ങനെ കണ്ടാ പോരാ, ഇതിനകത്ത് വർക്ക് വേറെ ഉണ്ട്. എന്താണെന്ന് അറിയാമോ ഗൈസ്? വേറെ ഒന്നുമല്ല ഇതിനകത്തുള്ളത്. നമ്മൾ ഈ സുന്ദര കോമളമായ ഈ മുഖം നമ്മൾ ഒന്നും കൂടെ ഫൗണ്ടേഷൻ അടിച്ച് ലെവലാക്കുന്നതാണ്. ഇത് ഗോതമ്പ് പൊടിയാണ്, ആശീർവാദിന്റെ ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ഫൗണ്ടേഷൻ അടിക്കുന്നത്. എനിക്ക് വളരെ വിഷമമുണ്ട് കാണാൻ. അല്ലെങ്കിൽ ഇത് എപ്പോഴും ഉടുപ്പ് കൂടെ എല്ലായിടത്തും കൂടെ ആവും. അതൊന്നും നമുക്ക് വിഷയമുള്ള കേസില്ല. അപ്പൊ നമ്മള് ഓക്കെ അല്ല, റെഡി അല്ലേ ഗൈസ്? അല്ല, അപ്പൊ നീ തുടങ്ങുന്ന അതെ ഞാൻ തുടങ്ങുന്നു. പെട്ടെന്നാവട്ടെ. നീ തന്നെ എങ്ങനെയുണ്ട്? വളരെ സുന്ദരമായ കോമളമായ രൂപങ്ങൾ കണ്ടോളൂ ഗൈസ്. എനിവേ ഇത് അടിപൊളിയായിട്ട് നമ്മള് 8ന്റെ പണി കൊടുത്തിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? കണ്ണൊക്കെ കാണാമോ? ഇതെത്രയും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി വൈൻഡപ്പിൽ കാണാം. ഓക്കെ. അയ്യോ, എന്റെ നല്ല ഗോതമ്പ് പൊടി. എന്നാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ചലഞ്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് ബട്ടൺ എന്ന് പറയുന്ന അതും കൂടെ ക്ലിക്ക് ചെയ്ത് വിടുക ഗൈസ്. യെസ്.
അപ്പൊ നമുക്കിനി മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് this is Foodie Couples signing off.